മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ മരണത്തെ തുടർന്ന് മാറ്റിവെച്ച കൊച്ചിൻ കാർണിവൽ റാലി ഇന്ന് നടക്കും. വൈകിട്ട് 4-ന് ഫോർട്ട് കൊച്ചി വെളി മൈതാനത്ത് നിന്നും പരേഡ് ഗ്രൗണ്ടിലേക്കാണ് റാലി നടക്കുക. കാർണിവൽ കമ്മിറ്റി ഭാരവാഹികൾ കളക്ടറെ കണ്ട് നടത്തിയ ചർച്ചയിലാണ് ആദ്യം റദ്ദ് ചെയ്ത റാലി അടക്കമുള്ള ആഘോഷ പരിപാടികൾ നടത്താൻ തീരുമാനമായത്. വിവരങ്ങളുമായി സുധീഷ് ഗോപാലൊപ്പം ചേരുന്നു. സുധീഷ്, പറയൂ. കൃഷ്ണ, കാർണിവൽ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന പുതുവത്സര റാലിയാണ് ഇന്ന് നടത്തുന്നത്. സാധാരണ ഇത് ജനുവരി 1-ാം തീയതിയാണ് നടക്കാറുള്ളത്. ഇത് ഫോർട്ട് കൊച്ചിയിലെ വെളി മൈതാനത്ത് നിന്നും പരേഡ് ഗ്രൗണ്ടിലേക്കാണ് നടക്കുന്നത്. ഇപ്പോൾ ഇന്നത്തെ ഇതിൻ്റെ ഒരുക്കങ്ങളെല്ലാം തന്നെ പൂർത്തിയായിട്ടുണ്ട്. 4 മണിയോടെ റാലി ആരംഭിക്കും. സാധാരണഗതിയിൽ ഇപ്പോൾ തന്നെ ഈ ഫോർട്ട് കൊച്ചി ഈ വെളി മൈതാന പരിസരത്തെല്ലാം തന്നെ വലിയ ആൾക്കൂട്ടം കാണേണ്ടതാണ്. എന്നാൽ ഇത്തവണ അത്ര കണ്ട് ആൾക്കൂട്ടം വന്നിട്ടില്ല. ഒരു തീയതിയിൽ മാറ്റം വന്നതുകൊണ്ടാണ് ഇത്തരത്തിൽ ആൾക്കാർ കുറയാൻ കാരണമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഈ പ്രാവശ്യം ആനയ്ക്കൊപ്പം തന്നെ റോബോട്ട് ആനകളും ഈ റാലിയിൽ ഉണ്ടാകും എന്നതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. ഇതിൽ നിശ്ചല ദൃശ്യങ്ങളുണ്ട്, പരമ്പരാഗത കലാരൂപങ്ങളുണ്ട്, വാദ്യമേളങ്ങളുണ്ട്. ഇങ്ങനെ വലിയ രീതിയിൽ ആവേശം പകരുന്നതാണ് പുതുവത്സര റാലി. കാർണിവൽ കമ്മിറ്റി എല്ലാ വർഷവും സംഘടിപ്പിച്ചു വരുന്നതാണ്. ഇത്തവണയും അത് മറ്റ് എല്ലാ തരത്തിലുള്ള സംവിധാനങ്ങളോടും കൂടി സുരക്ഷാ സംവിധാനങ്ങളടക്കമുള്ള എല്ലാ കാര്യങ്ങളും ഒരുക്കിയാണ് നടത്തുന്നത്. ഇതിൽ ഒരു ദിവസം ജനുവരി 1-ന് നടത്തേണ്ടത് ജനുവരി 2-നായി പോയി എന്ന ഒരു മാറ്റമാണ്. അത് മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിൻ്റെ മരണത്തെ തുടർന്നുള്ള ദുഃഖാചരണങ്ങളുടെ ഭാഗമായാണ് ഇത്തരത്തിൽ മാറ്റം വരുന്നത്. ഇവിടെ നിരവധി പേര് ഇത് കാണുന്നതിനായും തടിച്ചുകൂടിയിട്ടുണ്ട്. എങ്ങനെയാണ് എല്ലാ വർഷവും വരാറുള്ളതാണ്? എല്ലാ വർഷവും വരും. ഞങ്ങൾ ഇപ്രാവശ്യം ഒരു തീയതി മാറിയതിൽ അതുകൊണ്ടാണ് വലിയൊരു തിരക്ക് ഇപ്പം കാണാത്തത്. വളരെ കുറവാണ്. അല്ലെങ്കിൽ ഈ സമയത്തൊക്കെ നല്ല തിരക്കായിരിക്കും. എങ്ങനെ വളരെ ആസ്വദിക്കാൻ പറ്റുന്നതാണോ? എങ്ങനെ ഇതിനെ കാണും? നല്ല സന്തോഷമായിരിക്കും. എല്ലാവരും കാണാനും നല്ല ഇതൊക്കെ ഉള്ളതായിരിക്കും. അത് തന്നെയാണ് എല്ലാ വർഷവും വരുന്നവരാണ് പലരും. ഈ ഫോർട്ട് കൊച്ചി ഭാഗത്തു നിന്നുള്ളവരായാലും പുറത്തു നിന്നുള്ളവരായാലും എല്ലാം ഈ പുതുവത്സര റാലിയിൽ പങ്കെടുക്കാൻ എത്താറുണ്ട്. അതിൻ്റെ ആസ്വദിച്ച് മടങ്ങുകയാണ് പതിവ്. ഇത്തവണ ഒരു ദിവസം മാറിയെങ്കിൽ പോലും പലരും എല്ലാ വർഷത്തെയും പോലെ പതിവ് തെറ്റിക്കാതെ എത്തിയിട്ടുണ്ടെന്നാൽ വിനോദസഞ്ചാരികളടക്കം പലരും പുതുവത്സര ആഘോഷം കഴിഞ്ഞ് മടങ്ങിയത് കൊണ്ടാവാം അത്തരത്തിലുള്ള വലിയ ഒരു ആൾത്തിരക്ക് ഫോർട്ട് കൊച്ചി ഭാഗത്ത് ഇന്ന് ഇല്ലാത്തതും. കൃഷ്ണരാജ്, വിവരങ്ങൾ നൽകുകയായിരുന്നു സുധീഷ് ഗോപാൽ കൊച്ചിയിൽ നിന്ന്.